വളരെ ഭാവപൂർണമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഭാവഗായകനില്ലാത്ത കഴിഞ്ഞൊരു വർഷം ജനുവരി 9 ഇന്നലെയായിരുന്നു അദ്ദേഹം ഇല്ലാതെയായതിൻ്റെ ഒരാണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് തികച്ചും വളരെ പ്രസക്തമായ ഒരു ദിവസത്തിൽ തന്നെയാണ്. അദ്ദേഹത്തെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ജയചന്ദ്രൻ നമ്മളെ വിട്ടുപോയി. അതോടെ മലയാള ഗാനങ്ങളുടെ ഭാവം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്കൊക്കെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജയചന്ദ്രനെ നമ്മൾ കൂടുതൽ കണ്ടു പരിചയത്തിലോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ള ആളുകളല്ല നമ്മൾ തൃശ്ശൂർക്കാർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരികൾ എല്ലാവർക്കും ഒരു ദിവസമെങ്കിലും നമ്മൾ കേൾക്കാതെ നമ്മൾ പോകില്ല. നമ്മളൊക്കെ പറയും യേശുദാസൻ്റെ ഒരു പാട്ട് പോലും കേൾക്കാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ തൃശ്ശൂർക്കാർക്ക് അതിലും കൂടുതലാണ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ഉചിതമായ നമ്മുടെ ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹത്തിന്. ഇങ്ങനെയുള്ളൊരു ഇത് ഇവിടെ വെച്ചിട്ട് ഒരു പക്ഷേ സാഹിത്യ രചനകളും സാഹിത്യ പ്രഭാഷണങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്ന ഈ സാഹിതി ഇന്ന് നമ്മൾ വളരെ ഒരു അശ്രുപൂരിയോട് കൂടിയിട്ടാണ് ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ നമുക്ക് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നമ്മൾ അത് അങ്ങനെ തന്നെയാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തിപ്പാടുക നീ പൂങ്കുയിലെ എന്നോമൽ ഉറക്കമായി ഉണർത്തരുത്. അദ്ദേഹം ഉണരാതെ കിടക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അദ്ദേഹം നിത്യതയിലായിട്ട് ഒരു നീണ്ട ഒരു വർഷമായി. കഴിഞ്ഞ ജനുവരി 9 ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സാഹിത്യ അക്കാദമി ഹാളിൽ പൊതുദർശനത്തിനായി വയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ തിരക്ക് എന്തായിരുന്നു. അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാനും അദ്ദേഹത്തിന് ഒരു ആദരവ് പ്രകടിപ്പിക്കാനുമായി തൃശ്ശൂരിലെ മിക്ക ആളുകളും ജനസഞ്ചയം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാനും അതിനൊരു സാക്ഷിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ശബ്ദ സൗകുമാര്യം വിട പറഞ്ഞതറിഞ്ഞ് നമ്മളെല്ലാം ഇന്നും ഒരു അതീവ ദുഃഖത്തോടെയാണ് അന്ന് ഒരു പിടി പൂക്കൾ ആ ഭൗതിക ശരീരത്തിൽ നമ്മൾ സമർപ്പിച്ചത്. പോലെ എല്ലാവരും പറഞ്ഞ പോലെ നല്ല നല്ല പാട്ടുകളെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാനും ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ സൗകുമാര്യം പറയാനും ഒക്കെ ഇവിടെ വേണ്ടപ്പെട്ടവരുണ്ട്. അതും മാത്രമല്ല, ഏതെല്ലാം സിനിമകളിലാണ് അദ്ദേഹം നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുള്ളത് അതിനൊക്കെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് അവർക്ക് കേൾക്കാം. മലയാളികൾക്ക് എല്ലാമായിരുന്നു ജയചന്ദ്രൻ. അത് എടുത്തെടുത്ത് പറയേണ്ട ഒരു ആവശ്യം നമുക്കില്ല. സന്ധ്യയ്ക്ക് എന്തിന് സിന്ദൂരം എന്ന പാട്ട് പോലെ തന്നെ ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ശില്പം പോലെ മലയാളി മണമുള്ള പാട്ടുകൾ, കടൽ പോലെ പ്രശാന്തവും ആഴമുള്ള ആ ശബ്ദം, ഇതുപോലെ ഇതാ മറ്റൊന്ന് എന്ന് പറയാൻ നമുക്ക് മറ്റൊരാളുമില്ല ഇവിടെ. ആ ജയചന്ദ്രൻ ഇന്ന് അവശേഷിച്ച ഈ ശൂന്യത അതേപടി നിലനിൽക്കുകയാണ്. പാടിയ പാട്ടുകളുടെ തലപ്പൊക്കത്തിൽ സഹ്യനേക്കാൾ ഉയരെ പറന്നൊരാൾ മലയാളിയുടെ നല്ല ശീലങ്ങളുടെ പട്ടികയിൽ അടിമുടി മലയാളിയായ ഒരാൾ ജയചന്ദ്രൻ മാത്രമാണ്. ജയചന്ദ്രൻ എന്നാൽ പൂർണ്ണമായും മലയാളമാണ്. കേരളവും കേരളത്തനിമയും ജയചന്ദ്ര ശബ്ദത്തോളം ആഴത്തിൽ പ്രതിഫലിച്ച
മറ്റൊരു ഗായകൻ ഉണ്ടോ എന്ന് സംശയമാണ്. ഭാവഗായകൻ എന്ന് ചൊല്ലി വിളിച്ച മലയാളത്തിന് അതുപോലെയുള്ള പാട്ടുകൾ സമ്മാനിച്ചാണ് ജയചന്ദ്രൻ നമ്മളോട് വിട പറഞ്ഞത്. പാടിപ്പതിഞ്ഞ സ്വന്തം ഗാനങ്ങളോട് തന്നെയാണ് ജയചന്ദ്രൻ മത്സരിച്ച് പഴയതിലും മികച്ചതായി പാടാൻ വീണ്ടും പാടി തെളിയിക്കാൻ മത്സരിച്ചൊരു കാലം തുടങ്ങിയിട്ടുള്ളത്. കവിത തുളുമ്പുന്ന ആലാപനം, സ്ഫടികം പോലെ തെളിഞ്ഞ ഉച്ചാരണ ശുദ്ധി, അടിമുടി മലയാളിയായൊരു മനുഷ്യൻ, മഞ്ഞളിൽ മുങ്ങിത്തോർത്തുന്ന ധനുമാസ ചന്ദ്രിക, മറ്റാര് പാടിയാലാണ് പൂർണ്ണ ശോഭയോടെ ഇത്തരം അങ്ങനെ കത്തി നിൽക്കുക? യേശുദാസനായി ദേവരാജൻ മാറ്റിവെച്ചതായിരുന്നു ആ പാട്ട്, മഞ്ഞളിൽ മുങ്ങിത്തോട്ടി എന്നുള്ള പാട്ട്. മദ്രാസിലേക്ക് തൊഴിലിനായി പോയ ആ ചെറുപ്പക്കാരൻ ജയചന്ദ്രനെ മലയാളം മടക്കി പിടിച്ചു. പിന്നീട് ഒരു തിരിച്ചുപോക്ക് പോലും സാധ്യമാകാതെ മലയാളം അദ്ദേഹത്തെ സ്വന്തമായി കണക്കാക്കി സ്വന്തമാക്കി വെച്ചു. പ്രായം അടിയറവ് പറയാത്ത ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 70കളിലും 80കളിലും പാടിത്തെളിഞ്ഞ ശബ്ദം 90കളിലെത്തിയപ്പോൾ പ്രായം നമ്മിൽ മോഹം നൽകിയെന്ന അടിച്ചുപൊളി പാട്ടിൻ്റെ ശബ്ദമായി മാറുന്ന മലയാളിക്കൊപ്പം ആ ശബ്ദവും നമ്മളിൽ ചേർന്നു. പിന്നീട് ഓലഞ്ഞാലിക്കുരുവിയിലൂടെ ഒരു തിരിച്ചുവരവ്. ഇവിടെ ഇല്ല, ഞാൻ എവിടേക്കും പോയിട്ടില്ലെന്ന് അദ്ദേഹം മലയാളത്തോട് വീണ്ടും പറഞ്ഞു. ഒന്നിന് ശ്രുതി താഴ്ത്തി മലയാളികളുടെ ഭാവശബ്ദം ഉറക്കമാണ്, നിശബ്ദതയിൽ. അദ്ദേഹത്തെ തട്ടി വിളിക്കാൻ നമുക്കാവില്ല. നമ്മൾ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും, ആ ഭാവസുന്ദരമായ വരികളിൽ, ആ ഗാനങ്ങൾ നമ്മളും ഓർക്കുന്നു, ഇപ്പോഴും ഓർക്കുന്നു. ഭാവഗായകന് സാഹിതിയുടെ നമ്മളെ ഇവിടെ ചേർന്ന എല്ലാവരുടെയും വലിയൊരു പ്രണാമം. ഇന്ന് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് ആ മായാത്ത നാദഭാവത്തെ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഇവിടെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ജയചന്ദ്രൻ്റെ പാട്ടുകൾ പാടാൻ നമുക്ക് വേണ്ടത്ര ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുജൻ തന്നെ ഇവിടെ സന്നിഹിതനായിരിക്കുകയാണ്. അത് നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. ജയചന്ദ്രൻ്റെ അനുജൻ അദ്ദേഹം തന്നെ ഇവിടെയുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് ഒരു ഓർമ്മ പുതുക്കലിന്, സ്വന്തം ജ്യേഷ്ഠൻ്റെ ഓർമ്മ പുതുക്കലിന് അദ്ദേഹം തന്നെ ഒരു ഗാനം ആലപിക്കും. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണകുമാർ. ജയൻ്റെ അനിയനാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ ജയൻ്റെ പോലെ ബോഡി ഗാർഡായിട്ട് എപ്പോഴും ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ചേട്ടൻ മരിച്ചിട്ടില്ല. ഇല്ല, ഇപ്പോൾ മനസ്സിലായി ചേട്ടൻ മരിച്ചിട്ടില്ല. എൻ്റെ ചേട്ടൻ മരണമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നിപ്പോൾ വന്നത് ഞങ്ങളുടെ ചേട്ടനായ ഡോക്ടർ രാമവർമ്മ, അദ്ദേഹം എന്നെ വിളിച്ചു. താനമ്പത് പാട്ടേക്ക് പ്രോഗ്രാം അറ്റൻഡ് വേണ്ടി വന്നതാണ് ഞാൻ. പിന്നെ എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് അർഹതയില്ലാത്ത സ്ഥലങ്ങളൊക്കെ പോയി കയറിയിരിക്കുന്നു. തീരെ അർഹതയില്ലാത്ത സ്ഥലങ്ങളിൽ പോയി അതല്ലേ ഞാൻ ഈ പ്രോഗ്രാം കാണാൻ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ പിടിച്ച് സെൻട്രൽ ചേർത്തിരുത്തി, മിഡിൽ ചേർത്തിരുത്തി. ആ ജാതകത്തിലുള്ളതാണ്. യാതൊരു അർഹതയില്ല എനിക്ക് ഉപയോഗിക്കാൻ, ഇവിടെ പാടാൻ എനിക്ക് യാതൊരു അർഹതയില്ല. ഞാൻ പാട്ടുകാരനല്ല. പിന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ വരികൾ അറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്കൊരു ബുക്ക് തന്നതിൽ പാട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ഓർമ്മയുള്ള പാട്ടുകൾ വേണം പാടാൻ. ഹർഷബാഷ്പം ഓടി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ എന്തു ചെയ്യൂ നീ ഏതു സ്വാത്ര പുഷ്പവനം നീ തിരയുന്നു ഏതു രാഗ
കൽപ്പനയിൽ നീ മുഴുകുന്നു. വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ എന്നും നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി, ആരുണർത്തുന്നു. ഹർഷബാഷ്പം ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു. എന്തുമുഖേ എന്നു രാവിൽ എന്തു എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ശ്രാവണ നിശീഥിനിതൻ പൂവനം തടുത്തു. പാതിരാവിൻ താഴ്വരയിലെ പവിഴമല്ലികൾ പൂത്തു. വിഫലമായ മധുവിധുവാൽ വിരഹശോക സ്മരണകളാൽ അകലയൻ കിനാക്കളുമായി ഞാനിരിക്കുന്നു സഖി, ഞാനിരിക്കുന്നു. ഹർഷവാസം തൂകി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. നമുക്ക് ധന്യമായൊരു മുഹൂർത്തമാണ് അദ്ദേഹത്തിൻ്റെ അനുജൻ തന്നെ, ആ ബ്ലഡ് റിലേഷൻ അദ്ദേഹത്തിൻ്റെ ആ വരികളിലൂടെ നമുക്ക് എവിടെയോ ജയചന്ദ്രൻ സാർ എവിടേക്കോ ഇരിക്കുന്നു, നമുക്കൊരു തോന്നൽ, എവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്കൊരു തോന്നൽ. ആ വരികളുടെ ആ മാസ്മരത, ആ ശബ്ദ സൗകുമാര്യം കുറേയൊക്കെ കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ ഏതായാലും നമുക്കും ഒരു സന്തോഷം. അദ്ദേഹം പാട്ടുകാരനല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതേവരെ എവിടെയും അങ്ങനെ പാടിയിട്ടില്ല അല്ലേ? പാടാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സാഹിതിയിൽ വരും. ഇവിടെ താങ്കൾക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പാട്ടുകാരുണ്ട്, പ്രമീള, ജോസ്, അങ്ങനെ കുറേ പാട്ടുകാരുണ്ട്. നമുക്ക് ഇവിടെ തൃശ്ശൂരൊരു സാംസ്കാരിക കേന്ദ്രം വേണമെന്നൊരു മോഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി, ജയചന്ദ്രൻ സാറിൻ്റെ ഓർമ്മയ്ക്കുമായി ഒരു സാംസ്കാരിക കേന്ദ്രം ഇവിടെ വേണം. അത് നമ്മൾ ആരോടാണ് പറയുന്നത് നമുക്ക് അറിയില്ല. പക്ഷേ വരുന്ന ഗവൺമെൻറ്റുകളോട് നമുക്ക് പറയാം, തൃശ്ശൂരിൻ്റെ സ്വന്തം എന്ന് നമുക്ക് എന്നും അഭിമാനിക്കാവുന്ന ജയചന്ദ്രനെ ഓർക്കാൻ എപ്പോഴും ഇവിടെ ഒരു സ്മാരകം വേണം എന്നുള്ളത് നമ്മുടെയൊക്കെ തീർച്ചയായും ഒരാഗ്രഹമാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ജയചന്ദ്രൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ഞങ്ങൾക്ക് ഇനി ഉയർത്തിപ്പിടിച്ച് കാണിക്കാൻ കൃഷ്ണകുമാറുണ്ട്. അദ്ദേഹം പാട്ടുപാടും എന്നുള്ള നിലയിലേക്ക് ഗീതം സംഗീതം എന്നുള്ള വലിയൊരു പാട്ട് കൂട്ടം തന്നെ ഇവിടെയുണ്ട്. അതിലൊക്കെ ചേരാറുണ്ടോ? ഇതിലോ ചേർന്നിട്ട് പാടിയുണ്ടോ? ഇല്ല. അതിൻ്റെ ആൾക്കാർ ഇവിടെയുണ്ട്, വിനോദ് ഇവിടെയുണ്ട്, ജയേട്ടൻ ഇവിടെയുണ്ട്. ഒരിക്കൽ അവിടെ ചെല്ലി താങ്കളൊന്ന് പരിചയപ്പെടുത്താം. ഏതായാലും സാഹിത്യക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ആദ്യമായിട്ട് ജയചന്ദ്രനെ വലിയ പാട്ടുകാരൻ്റെ ഒരു അനിയൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് കുറച്ചാൾക്കാർക്കെങ്കിലും നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിന് ഞങ്ങൾക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. ശബ്ദം വരില്ല. ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ
ചന്ദന ചോലയ്ക്കുള്ളിൽ വിടർന്നു പാതിയടയും നൈവേദ്യ പുഷ്പങ്ങളോ കാലം കൊത്തിയെടുത്ത ഹംസദമയന്തി ശില്പം ഇന്നും നളന്നാലങ്കാരിക ഭംഗിയോടെ എഴുതും സന്ദേശകാവ്യങ്ങളോ സന്ദേശകാവ്യങ്ങളോ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേ ഞാൻ ചിത്രത്തോണിലെ പ്രതിമ പോലെ മാറിൽ ഒട്ടിപ്പിടിച്ചേ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേ ഞാൻ ചിത്രത്തോണിലെ പ്രതിമ പോലെ മാറിൽ ഒട്ടിപ്പിടിച്ചേ തൊട്ടേ ചെഞ്ചൊടി കൊണ്ടൊരു നക്ഷത്രത്തിൻ ചിത്രം വരച്ചേ ചിത്രം വരച്ചേ തൊട്ടേ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേ ഞാൻ ചിത്രത്തോണിലെ പ്രതിമ പോലെ മാറിൽ ഒട്ടിപ്പിടിച്ചേ തൊട്ടേ മോഹം മനസ്സിനുള്ളിൽ സ്വരപ്പെടുത്തും ഒരു മൗന സംഗീതത്തിൻ തിരമൊതുക്കി മോഹം മനസ്സിനുള്ളിൽ സ്വരപ്പെടുത്തും ഒരു മൗന സംഗീതത്തിൻ തിരമൊതുക്കി തൊട്ടേ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേ ഞാൻ ചിത്രത്തോണിലെ പ്രതിമ പോലെ മാറിൽ ഒട്ടിപ്പിടിച്ചേ തൊട്ടേ അപ്പോൾ ഇവരുടെ
രണ്ടാളും പ്രമിള ചേച്ചിയും ജോസും പാടിയപ്പോൾ തന്നെ ആ വരികളുടെ ഭാവം നമ്മൾ മുഴുവൻ ഉൾക്കൊണ്ട് കേട്ടിട്ടാണ് അത് കേട്ടിട്ടുള്ളത്. അത്ര രസമാണത്. അപ്പോൾ ഭാവഗായകൻ എന്ന് പറയുമ്പോൾ അതേ ഭാവത്തോടു കൂടി പാടാൻ കഴിയുന്ന ആളുകളും ഇവിടെയുണ്ട്. നമുക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞു. അത് മറ്റൊരു കാര്യം. ഇനി വീണ്ടും നമുക്ക് അങ്ങനെ നമ്മളങ്ങനെ മുഴുവൻ ഒരു മൊണോട്ടണസ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ആ ഓരോ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ നമ്മളൊരു പാട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഒരു മുഖ്യ പ്രഭാഷണം സുരേഷാണ്, പമ്പാത്താണ് നടത്തുന്നത്. അദ്ദേഹം കഴിയുന്നത്ര കുറയ്ക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കത് കൂടിയാലും വിഷമമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ജയചന്ദ്രനെ എത്ര കേട്ടാലും മതിയാവില്ല. അദ്ദേഹത്തിൻ്റെ അനിയൻ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് അത് നമുക്കൊരു സന്തോഷം കൂടുതലുള്ളത്. അപ്പോൾ സുരേഷ് ഇനി സംസാരിക്കും. പിന്നെയും ഒരു ഭാവ ഗായകൻ്റെ ശബ്ദം ഇനിയും കേൾക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാജലക്ഷ്മി ചേച്ചി സംസാരിക്കും. അങ്ങനെ നമുക്ക് സംസാരിക്കാം. ഓക്കെ. നമ്മുടെ ആവക പ്രസംഗത്തിൽ വിനോദ് മാഷ് പറഞ്ഞത് ലങ്കാദഹനം എന്ന ചിത്രത്തിൽ ഏതാണ്ട് 9 പാട്ടുകളുണ്ട്. ജയേട്ടൻ 2 പാട്ടാണ് പാടിയത്. ഒരു പാട്ട് അത്ര പ്രശസ്തമായത്, പക്ഷെ ജയേട്ടൻ പാടിയ ഒരു പാട്ടാണ്. കുറേയധികം നല്ല പാട്ടുകളുണ്ടെങ്കിലും ജയേട്ടൻ ആ പാടിയ പാട്ടാണ് ഹിറ്റായത് എന്ന് വേണമെങ്കിൽ പറയാം. പാട്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. തിരുവാഭരണം ചാർത്തി വിടർന്നു. തിരുവാതിര നക്ഷത്രം. ജയേട്ടൻ തിരുവാതിര നക്ഷത്രക്കാരനാണ്. അതുകൊണ്ട് ആ പാട്ടിനോട് പ്രത്യേക ഇഷ്ടം അദ്ദേഹത്തിനുണ്ട് തന്നെ. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം പ്രിയദർശിനി ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു ഹൃദയം തുടികൊട്ടുന്നു ധനുമാസത്തിൻ ശിശിരക്കുളിരിൽ തളിരുകൾ മുട്ടിയുറുമ്പോൾ തളിരുകൾ മുട്ടിയുറുമ്പോൾ മധുര മനോഹര മാധവലഹരിയിൽ മുഴുകാൻ നദികളുമ്പോൾ മുഴുകാൻ നദികളുമ്പോൾ അതിരടിയട്ടെ നീ ഭാവനകൾ മലരടിയട്ടെ നിൻ വനികൾ തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം ഒരു ഗാനത്തിൻ മഴവിൽ ചിറകി പ്രിയ സഖി നിന്നെയുയർത്താം ഞാൻ പ്രിയ സഖി നിന്നെയുയർത്താം ഞാൻ ഉദയ ദിവാകരനെതിരെ ഉയരും നിഴലുകൾ ഇരുളേടുമ്പോൾ നിഴലുകൾ ഇരുളേടുമ്പോൾ ഈ മലരടികൾ കഥയറിയട്ടെ നിൻമിഴികൾ തിരുവാഭരണം
തിരുവാഭരണം ചാത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം പ്രിയദർശിനി നിൻ ഹൃദയം തുടികൊട്ടുന്നു ഹൃദയം തുടികൊട്ടുന്നു. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി. നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി. കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി. കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി. ഇനിയൊരു പ്രമേയാവതരണമാണ്. രാജലക്ഷ്മി മാനവിയെ അന്വേഷിക്കുന്നു. അത് കഴിഞ്ഞ് പാട്ടുകൾ നിരന്തരം വീണ്ടും തുടരും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഭാവഗായകൻ ജയചന്ദ്രനെ കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തിയ ആളും അതുപോലെ സുരേഷും വളരെ വിസ്തരിച്ച് ജയചന്ദ്രനെ കുറിച്ച് സംസാരിച്ചു. അവർ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി
പറഞ്ഞതിന് ശേഷം പ്രമേയം അവതരിപ്പിക്കാം. അതായത് ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഈ ഒരു പാട്ടിലൂടെയാണ് ജയചന്ദ്രൻ എന്ന് പറയുന്ന ഭാവഗായകൻ നമ്മളുടെ ശ്രോതാക്കളുടെ കീഴടക്കിയത്. ആ പാട്ടില് ആരു നീ ദേവതേ എന്ന് നമ്മളുടെ ചലച്ചിത്ര ഗാന ശ്രോതാക്കളുടെ ആ ചോദ്യത്തിന് ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ വ്യക്തമായി തൻ്റെ പാട്ടിലൂടെ മറുപടി നൽകുകയാണ്. ആ ഗായകൻ ഞാനാണ്. അതിന് ശരിയായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ പിന്നീടുണ്ടായിട്ടുള്ള ഗാനങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളതാണ്. അതുപോലെ പണി തീരാത്ത വീട് എന്ന സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഗാനമാണ് നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്നുള്ളത്. ഞാൻ പാട്ട് പാടണമെന്ന് വിചാരിച്ചു, പക്ഷെ എൻ്റെ ശബ്ദം ശരിയല്ല. നിങ്ങൾ ഈ നല്ലോണം പാടുന്ന നിങ്ങൾ ഈ ഗായകന്മാരുടെ മുന്നിൽ ഞാൻ പാടിയിട്ട് ആ പാട്ടിനെ നശിപ്പിക്കുന്നില്ല. നിങ്ങളത് പാടുന്നു വിചാരിക്കുമോ? നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയം ഉഷസിലെ വെള്ളിത്താമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. ഈ പണി തീരാത്ത വീട്ടിലെ ഈ ഗാനങ്ങൾ യഥാർത്ഥത്തിൽ യേശുദാസിനെ പാടുന്നതിനായിട്ട് തയ്യാറാക്കിയിരുന്നായിരുന്നു. ശ്രീ MS വിശ്വനാഥനും യേശുദാസും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഈ പാട്ടുകള് ജയചന്ദ്രനെ കൊണ്ട് പാടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ജയചന്ദ്രന്റെ മികച്ച ഗാനങ്ങൾ ഈ പണി തീരാത്ത വീടിലൂടെ നമുക്ക് ശ്രോതാക്കൾക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. അത് വലിയൊരു ഭാഗ്യം തന്നെയായി തീർന്നു. അതുപോലെ ജയചന്ദ്രൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും ഈ ജയചന്ദ്രൻ എന്ന യേശുദാസ് എന്ന ഇത്രയും മുൻനിരയിലുള്ള ഗായകനുമായിട്ട് സമാന്തരമായിട്ട് സംഗീത ലോകത്ത് അദ്ദേഹം ജ്വലിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വേറിട്ട ശബ്ദവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹം ഈ ഗാനരംഗത്ത് ഉറപ്പിച്ചത്. അക്കാലത്ത് PV ശ്രീനിവാസ്, കമുകറ പുരുഷോത്തമൻ, ബ്രഹ്മാനന്ദൻ, SP ബാലസുബ്രഹ്മണ്യം ഇങ്ങനെയുള്ള ഗായകരെല്ലാം ഉള്ള ഒരു രംഗത്തേക്കാണ് ജയചന്ദ്രൻ എന്ന ഗായകന്റെ രംഗപ്രവേശം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹം പാട്ടുകളിലൂടെ നമ്മളിലെ ഓരോരുത്തരിലേക്കും എത്തിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ മറ്റ് പലരും ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജയചന്ദ്രന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. സാധാരണ വലിയ ഗായകർ അവരവർ പാടിയിട്ടുള്ള ഗാനങ്ങളാണ് മറ്റേതെങ്കിലും ചടങ്ങുകളിലോ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലോ ഒക്കെ ആലപിക്കുക. ജയചന്ദ്രനെ സംബന്ധിച്ച് യേശുദാസ് പാടിയ പല ഗാനങ്ങളും ജയചന്ദ്രൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ളതായി നമുക്കറിയാം. ഉദാഹരണമായിട്ട് സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ, വളരെ ഭാവസാന്ദ്രമായിട്ട്. വാസ്തവം പറഞ്ഞാൽ എനിക്ക് യേശുദാസിന്റെ ഗാനത്തിനേക്കാളും ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനെ അത് ആ ഭാവഗായകന്റെ ആ കഴിവ് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അത് പാട്ടിലൂടെ നമ്മളിൽ എത്തിക്കാനായിട്ട് ജയചന്ദ്രന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ വേറെ ഒന്ന്, അതൊരു തമാശയായിട്ട് പറയുന്ന കാര്യമാണോ എന്നറിയില്ല. ബോംബെയില് വെച്ച് പണി തീരാത്ത വീട് എന്നുള്ള ആ സിനിമയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമില് ഇപ്പൊ ഇവിടെ സുരേഷ് പാടിയല്ലോ, നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത്
ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ, അതിന് പകരമായിട്ട് അതിന്റെ അടുത്ത സ്റ്റാൻസയിൽ വരുന്ന ആ ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ എന്നുള്ളത് ഈ ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ എന്നുള്ളതിന് പകരം ഇദ്ദേഹം തെറ്റിപ്പാടി. അപ്പൊ അങ്ങനെ തെറ്റിപ്പാടിയിട്ടുള്ളത് അദ്ദേഹം പോലും തിരിച്ചറിഞ്ഞില്ല. ആ പാട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ബാക്കിയുള്ളവർ പറഞ്ഞപ്പോഴാണ്, അതായത് അദ്ദേഹം അതിൽ ലയിച്ച് പാടിപ്പോയി, ആ സ്റ്റാൻസ് മാറിയിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയപ്പെട്ടില്ല. എന്തായാലും അത് വളരെ ഭംഗിയുള്ള വളരെ ഭാവസാന്ദ്രമായിട്ടുള്ള ഒരു ഗാനം തന്നെയാണ്. അതൊക്കെ നമ്മളുടെ മനസ്സിൽ എന്നും ഉറച്ചു തന്നെ നിൽക്കും എന്നുള്ളതാണ്. അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് പ്രേതങ്ങളുടെ താഴ്വര എന്ന് പറഞ്ഞാല്. നമ്മളുടെ മലയാള ഭാഷയ്ക്ക് ഒരു കോൺട്രിബ്യൂഷൻ തന്നെ പറയാം. മലയാള ഭാഷതൻ മാതക ഭംഗി മലർമന്ദഹാസമായി ഉറിയുന്നു, കിളികൊഞ്ചും പാട്ടിന്റെ ഗ്രാമീണ ഭംഗിയിൽ എനിക്ക് പാട്ട് മുഴുവൻ അറിയില്ല, ഒന്ന് പാടിത്തരും നിങ്ങൾ ആരെങ്കിലും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പിന്നെ എൻ്റെ ഇന്നത്തെ ചുമതല എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രമേയ അവതരണമാണ്. ഞാനപ്പോ എനിക്ക് ഇവര് പറയാത്ത ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ബോറായിട്ടുണ്ടാവില്ല വിചാരിക്കുന്നു. അതായത് നമ്മളിവിടെ പ്രമേയം അവതരിപ്പിക്കുന്നത് നമ്മുടെ ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതിന് ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ പ്രമേയം അവതരിപ്പിക്കുന്നത് TLF പ്രസിഡന്റ് ശ്രീ K ഉണ്ണികൃഷ്ണനും സാഹിതി സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ ശ്രീമതി സരസ്വതി ബാലകൃഷ്ണനും സംയുക്തമായാണ്. അത് നമ്മളുടെ ഈ യോഗത്തില് അത് പാസ്സാക്കുക എന്നുള്ളതാണ്. ഞാൻ ആ പ്രമേയം അവതരിപ്പിക്കാം. മലയാളത്തിന്റെ ഭാവഗായകൻ P ജയചന്ദ്രൻ ഓർമ്മയായിട്ട് ഒരാണ്ട് കഴിഞ്ഞു. കലാരംഗത്തും സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉചിതമായൊരു സ്മാരകം തൃശൂർ നഗരത്തിലോ നഗരത്തിനടുത്തായോ നിർമ്മിക്കണമെന്നും കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർക്കും പരിപാടികൾക്കും സൗജന്യമായി ഒത്തുകൂടാനുള്ള സാംസ്കാരിക കേന്ദ്രമായി അതിനെ മാറ്റണമെന്നും തൃശൂർ ലിറ്റററി ഫോറവും സാഹിതി സാംസ്കാരിക കേന്ദ്രവും ആവശ്യപ്പെടുന്നു. അപ്പൊ ഈ പ്രമേയം നമുക്ക് ഇന്നിവിടെ പാസ്സാക്കാം. എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈവരിക്കുന്നു. വളരെ നല്ലൊരു കാര്യമാണ് സാഹിത്യം തൃശ്ശൂർ ലിറ്റററി ഫോറം ചെയ്തത്. നമ്മുടെയൊക്കെ അകവഴിഞ്ഞ സഹകരണവും ഇതിലുണ്ടായിരുന്നു. ഇനി ശ്രീ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് അവതരിപ്പിക്കുന്ന ഒരു പുല്ലാങ്കുഴൽ സംഗീതം ജയചന്ദ്രൻ്റെ ഭാവരസം ഒരു പുല്ലാങ്കുഴലിലൂടെ കേട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നു. എല്ലാവർക്കും എൻ്റെ നീളമായ നമസ്കാരം. മലയാളത്തിലെ ഭാവഗായകൻ്റെ അനുരണനം സൃഷ്ടിക്കുന്ന ഈ സദസ്സിൽ സന്നിഹിതരായ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാൻ ശ്രമിക്കുകയാണ്. ഞാൻ പാടാൻ ശ്രമിക്കുന്ന പാട്ട് സുപ്രഭാതം എന്നാണ്. ഈ സമയം അത് എത്രത്തോളം യോജിച്ചതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പാടാൻ ശ്രമിക്കും.
എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും ജയേട്ടൻ്റെ ഈ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഗാനം ആലപിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിൽ ONV സാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ കല്ലോലിനി എന്ന ഗാനം ആണ് പാടുന്നത്. കല്ലോലിനി വനകല്ലോലിനി തീരത്തു വിടരും പുഷ്പങ്ങളെ താരാട്ടു പാടി ഉറക്കൂ കല്ലോലിനി. തങ്കത്തളിരിലകൾ താലോലം പാടി പാടി പൊൻതിരി തെറുക്കുന്ന വനഭൂമി നീലവിശാലതയെ തൊട്ടുഴിയുവാൻ പച്ചത്താലങ്ങൾ ഉയർത്തുമി തീരഭൂമി. ഇവിടെ നിൻ കാൽത്തളകൾ കരയുന്നുവോ, ഇവിടെ നിൻ കളഗീതമിടറുന്നുവോ, ഇടറുന്നുവോ ഇടറുന്നുവോ. കല്ലോലിനി വനകല്ലോലിനി നിൻ തീരത്തു വിടരും പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ കല്ലോലിനി. പൊങ്കലും പൊന്നോണവും സംഗമ സന്ധ്യകളും എങ്ങോ പറന്നകന്നവരോ ഭൂമി തേയില കൊളുന്തുപോയി ജീവിത കുരുന്നുകൾ വേനലിലെരിയുമി ഉഷ്ണഭൂമി. ഇവിടെ നിൻ പൂത്തടികയൊഴിയുന്നുവോ, ഇവിടെ നിൻ ബാഷ്പബിന്ദു പുകയുന്നുവോ പുകയുന്നുവോ പുകയുന്നുവോ. കല്ലോലിനി വനകല്ലോലിനി നിൻ തീരത്തു വിടരും പുഷ്പങ്ങളെ താരാട്ടു പാടി ഉറക്കൂ ഉറക്കൂ കല്ലോലിനി. നമസ്കാരം. ഇതേവരെ സമയത്ത് അറിഞ്ഞില്ല, വളരെ ഭംഗിയായിട്ടല്ല പാട്ട് നന്നായിട്ട് പ്രഭാഷണം പറയാൻ വേണ്ട. എല്ലാവരും ഒന്നിനും നന്നായിരുന്നു പ്രഭാഷണമല്ല, സംസാരമല്ല. വളരെ സന്തോഷമുള്ള സമയമാണ്. സമയം പോയത് അറിഞ്ഞില്ല. പക്ഷേ എനിക്ക് നേരത്തെ ഈ സമയത്ത് പോയിട്ട് ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങളെ ചേട്ടൻ രാമമാണ്, അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന് സ്ഥലത്ത് പോകാൻ വേണ്ടി പോകും. അത് ഞാൻ കുറച്ച് നേരത്തെ അറിഞ്ഞേണ്ടി വരികയാണ്. പോകാൻ മനസ്സില്ല, എങ്കിലും ഒരു അത്യാവശ്യമുണ്ട്. ക്ഷമിക്കണം കേട്ടോ. ഫുൾ ടൈം ഇരിക്കണം നോക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ ഭാവിയിലുള്ള പരിപാടികളുണ്ടെങ്കിൽ അറിയിക്കാൻ ഞാൻ തീർച്ചയായിട്ടും പറയാം. ഞാൻ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നന്ദി പറയുന്നു. താങ്ക് യു. കാരണം KPU ദേവാനുവിൻ്റെ വീട്ടിലാണ് ഞാൻ. എൻ്റെ അച്ഛനും KPU ദേവാനും ആങ്ങളും നമ്മുടെ മക്കളാണ്. അപ്പം ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെ വീട്ടിൽ പരിപാടി വരുമ്പോൾ ഇവരൊക്കെ വരും.
അങ്ങനെ ഞങ്ങളൊരു ഗാനമേളയൊക്കെ അവിടെ ഉണ്ടാവും. വളരെ കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്താണ്. അങ്ങനെ ആ ഒരു ജയചന്ദ്രൻ എന്നുള്ള മഹാപ്രതിഭാസത്തെ നല്ലപോലെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു ഭാഗ്യം, അടുത്തറിയാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. അത് ഒരു 2 വർഷം മുമ്പ് ഡോക്ടർ ശ്രീകുമാറിനെ കാണാൻ ജൂബിലിയില് സാർ വരികയാണ്. അപ്പൊ ഡോക്ടർ ശ്രീകുമാറിന്റെ മോനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജയചന്ദ്രൻ ഉള്ളിൽ വന്നിരിക്കുമ്പോ ഡോക്ടർ ശ്രീകുമാർ എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ എന്നിട്ട് ഉള്ളിൽ കിടന്നപ്പോ എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നു. ജയചന്ദ്രൻ സാറായിട്ട് അന്നാണ് ഞാൻ സംസാരിച്ചത് അവസാനമായിട്ട്. അന്ന് കണ്ടു, സംസാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഞങ്ങള് വലുതായിട്ടുണ്ടെങ്കിലും അവർക്ക് ചേഞ്ച് ഇല്ലല്ലോ, നമുക്ക് ചേഞ്ച് വരില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജനിച്ചു വന്നതും കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജയചന്ദ്രൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മൾ അടുത്തറിഞ്ഞ ഒരാളായിരുന്നു, അതുകൊണ്ടൊരു സങ്കടം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഒരു യാത്ര, അത്ര പാടാനൊന്നല്ല, അത്ര വലിയ പാട്ടുകാരിയൊന്നല്ല ഞാൻ, പക്ഷെ പാടാനായിട്ട് കുറച്ച് പാട്ടുകൾ അദ്ദേഹത്തിന്റെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്നുള്ള പാട്ട് ഇവിടെ പറഞ്ഞു. മേയർ നായർ എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്, ഉദ്യോഗസ്ഥയിലെ പാട്ടിന്റെ അവരെ കാണാൻ പോലെ അത് പറഞ്ഞു. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ മരുഭൂമിയിൽ മലർ വിരിയുകയോ എന്നൊരു ഗാനം ഉണ്ട്, ഓർക്കുന്നുണ്ടോ അറിയില്ല. ഈ പാട്ടുകളൊക്കെ ഓർമ്മിക്കാൻ വേണ്ടി ഓരോ വരി ഞാൻ പാടുന്നേ ഉള്ളൂ. ലക്ഷപ്രഭുവില് മന്മഥനാം ചിത്രകാരൻ മഴവില്ലിൻ തോലികയാനെ മധുര സ്വപ്നമേ എന്നുള്ളൊരു ഗാനം ഓർക്കുന്നുണ്ടോ അറിയില്ല. അങ്ങനെ ഒരു ഗാനം. പിന്നെ തോന്നുകൾ കഥ പറയുന്നു, പൂർവപ്രസാദവും എഴുന്നേർപ്പുള്ളതുമായി. അത് വെളുത്ത കത്രീനയില് മകരം പോയിട്ടും മാട് ഉണർന്നിട്ടും മാറത്തെ കുളിരൊട്ടും പോയില്ലേ എന്നൊരു ഗാനം. വിദ്യാർത്ഥി എന്ന സിനിമയില് വാത്തിങ്കൾ കഴിക്കും രാവിൽ വാസന പൂവുകൾ വിതരും രാവിൽ, അങ്ങനെ ഒരു ഗാനം. ആൽബരത്തിലെ പിന്നെയുമിനക്കുയിൽ പിണങ്ങിയല്ലോ ഇന്നെന്താണ് ഉറക്കമില്ലേ ഉറക്കമില്ലേ, ആ ഒരു ഗാനം. അടിമകൾ എന്ന സിനിമയിൽ ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിനിന്നു നീ സുന്ദരിയായി, ആ ഒരു ഗാനം. ഡേഞ്ചർ ബിസ്ക്കറ്റിലെ അശ്വതി നക്ഷത്രമേ എന്നഭിരാമ സങ്കൽപ്പമേ, ആ ഒരു ഗാനം. കള്ളിച്ചല്ലമ്മയിലെ പാട്ടുകൂടെ പറഞ്ഞു. കണ്ണൂർ ഡീലക്സിലെ തുള്ളിയോട് പുള്ളിമാനില്ലേ നിന്റെ വള്ളി മേട കാടിവിടെ ചൊല്ല് ചൊല്ല്, ആ ഒരു ഗാനം. റസ്റ്റ് ഹൗസിലെ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളെ കുറിച്ച് തിരഞ്ഞെടുത്താണ് കേട്ടോ. യദുകുലരതിദേവനെവിടെ എവിടെ യദുകുലരതിദേവനെവിടെ, ആ ഒരു ഗാനം. അനാച്ഛാദനത്തില് മധുചന്ദ്രികയുടെ ചായ തളികയിൽ മഴവിൽ പൂപ്പൊടി ചാരിച്ചു, ആ ഒരു ഗാനം. അമ്പലപ്രാവില് കുപ്പായ കീശമേ കുങ്കുമപ്പൊട്ടു കണ്ടു കൂട്ടുകാരെന്നെ കളിയാക്കി, ആ ഒരു ഗാനം. ഡിക്റ്റേറ്റീവ് 909 കേരളത്തിൽ, അതിലെ പ്രേമസാഗരത്തിൻ അഭിമുഖമാകും കുരുക്ഷേത്രത്തില് പൂർണ്ണമുഖിയോടമ്പലത്തിൽ വെച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, ആ ഒരു ഗാനം. നാഴികക്കല്ലില് നിൻപദങ്ങളിൽ നൃത്തമാടിയും എന്റെ സ്വപ്നജാലം, ആ ഒരു ഗാനം.
ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നുള്ളത് ജയചന്ദ്രന്റെ ആ വരികളിലൂടെ ഒരു യാത്ര അത്രേ ഉള്ളൂ.